മനോജി, എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളതേ, നമ്മൾ വ്യക്തികൾക്ക്, ആളുകൾക്ക് ആത്മീയ വളർച്ചയ്ക്ക് ആത്മീയ ഗ്രന്ഥങ്ങൾ, ഡിവൈൻ ബുക്സ്, അത് എന്തുമാത്രം ആളുകളുടെ ആത്മീയ വളർച്ചയ്ക്ക് പങ്കുവഹിക്കുന്നുണ്ട്, അതിനെപ്പറ്റി ഒന്ന്. എൻ്റെ വീക്ഷണം വേറൊരു രീതിയിലാണ്. അപ്പം ഒരുപക്ഷെ എല്ലാവരും സംസാരിക്കുന്ന രീതിയിലല്ല എൻ്റെ ഒരു വീക്ഷണം. ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ അടുത്ത്, അതായത് ഞാൻ ഈ കുഞ്ഞുനാളിലെ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. ദൈവവും ആദമും തമ്മിൽ ബന്ധമുണ്ടെന്ന് ബൈബിൾ പറയുന്നു. പക്ഷേ ആദമും ദൈവം തമ്മിലുള്ള ബന്ധത്തിനകത്ത് ഒരു ഗ്രന്ഥം ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഗ്രന്ഥം പഠിച്ചല്ല ആദം ദൈവത്തെ അറിഞ്ഞതായിട്ട് ബൈബിൾ പറയുന്നത്. അതുപോലെ അബ്രഹാമും ദൈവം തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു. അബ്രഹാം ജീവിച്ച സമയത്ത് ഒന്നുമില്ല. അപ്പൊ അബ്രഹാം ദൈവത്തെ അറിഞ്ഞത് മതഗ്രന്ഥങ്ങളിലൂടെ അല്ല, പ്രസംഗം കേട്ടിട്ടല്ല. ആണോ? അല്ല. ഇനി മോശ ദൈവത്തെ അറിഞ്ഞു. മോശയും ദൈവത്തെ നടക്കുന്ന നേരത്താണ്. അതെ. അപ്പൊ അവിടെ ഗ്രന്ഥങ്ങൾക്ക് പ്രസക്തിയില്ല, മതപ്രസംഗങ്ങൾക്ക് പ്രസക്തിയില്ല, പ്രബോധനങ്ങൾക്ക് പ്രസക്തിയില്ല, ട്രെയിനിങ് പ്രോഗ്രാമുകൾക്ക് പ്രസക്തിയില്ല. അവരെല്ലാം ദൈവവുമായിട്ട് നേരിട്ട് ഇടപെട്ട വ്യക്തികളാണ്. പിന്നെ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴാണ് ശമൂവേലിന്റെ കാലഘട്ടത്തും ദാവീദിന്റെ കാലഘട്ടത്തും നമ്മുടെ ശലോമോന്റെ കാലഘട്ടത്തും ഒക്കെ തിരുവെഴുത്തുകൾ, മോശ എഴുതിയ തിരുവെഴുത്തുകളൊക്കെ ഉള്ളത്. പക്ഷെ അവരും ഈ തിരുവെഴുത്തുകൾ വായിച്ചല്ല ദൈവത്തെ അറിഞ്ഞത്. ശരിക്കും ദൈവം അവരെ തേടി വരികയും അവര് ദൈവത്തെ തേടി പോവുകയും ആ ഒരു ബന്ധത്തിലാണ്. അപ്പൊ മതഗ്രന്ഥങ്ങൾക്ക് ആത്മീയതയിൽ അല്ലെങ്കിൽ ദൈവബന്ധമായിട്ട് എന്തെങ്കിലും വ്യക്തിബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ പക്ഷെ ഈ വളർന്നു വരുന്ന ഈ യുവ തലമുറയ്ക്ക് അവർക്ക് ഇത് നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ കളിപ്പാട്ടം കൊടുക്കണ്ടല്ലോ, ജീവനില്ലാത്ത ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇത്. പക്ഷെ അവരത് ഒരു എക്സൈറ്റ്മെന്റ് ആണ് അവർക്ക്, അതിനോടൊപ്പം കളിക്കുക, അതിനോടൊപ്പം വളരുക എന്നുള്ളത്. പക്ഷെ അവര് വളർന്ന് കഴിയുമ്പോ അവര് അതൊക്കെ വിലയില്ലാണ്ടായി പോവാണ്. ആ കളിപ്പാട്ടങ്ങൾ അവർ ഉപയോഗിച്ചതൊക്കെ വിലയില്ലാണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചാൽ ഈ കുട്ടികള്, അതുപോലെ ഈ വളർന്നു വരുന്ന തലമുറ, അവർക്ക് ഈ നല്ല മതഗ്രന്ഥങ്ങളായാലും അതുപോലെ സ്പിരിച്വൽ ബുക്സ് ഉണ്ടല്ലോ, അതൊക്കെ നല്ല ബുക്കുകളൊക്കെ അവർ വായിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വായനാശീലം അവരെ വളർച്ചയിലേക്ക് സഹായിക്കില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ പറയാം. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ്, എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അച്ഛൻ്റെ എക്സ്പീരിയൻസിനകത്ത് നമ്മൾ ബൈബിൾ വായിച്ചിട്ടല്ല അല്ല എനിക്ക് ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ടായതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ നോക്കിയത്. അപ്പോ അതുപോലെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് 18 വയസ്സ് വരെ, പ്രായപൂർത്തിയാകുന്നത് വരെ മതം പഠിപ്പിക്കരുത്. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇപ്പൊ നമ്മളിപ്പോ ജനിച്ചത് ക്രിസ്തീയ മതത്തിലാണ്, പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ മതം പഠിപ്പിക്കരുത്, ക്രിസ്തീയ മതം പഠിപ്പിക്കരുത്, ഇപ്പൊ ഹിന്ദു മതം പഠിപ്പിക്കരുത്, ഇസ്ലാം മതം പഠിപ്പിക്കരുത്. 18 വയസ്സ് കഴിയുമ്പോൾ ഇവര് എല്ലാം പഠിക്കണം, എല്ലാ മതത്തെ കുറിച്ചും പഠിക്കണം, എല്ലാ മതത്തെയും കുറിച്ച് പഠിച്ചിട്ട് വകതിരിവോടുകൂടി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ, അത് കഴിഞ്ഞിട്ട് അവരൊരു തീരുമാനം എടുക്കണം. ഞാൻ ഈ വിശ്വാസത്തിൽ പോവാം, അല്ലെങ്കിൽ ഞാൻ ഈ വിശ്വാസത്തിൽ പോവാം, അല്ലെങ്കിൽ ഇതെല്ലാം തെറ്റാണ്, ഇതിനപ്പുറത്ത് ദൈവികത എന്ന് പറയുന്നത് മറ്റൊന്നാണ്, ആത്മീയത വേറൊന്നാണ്, മതങ്ങൾ പറയുന്നതല്ല. ഇത് തിരിച്ചറിയാനായിട്ടുള്ള ഒരു കഴിവ് 18 വയസ്സൊക്കെ കഴിയണം. അപ്പൊ അപ്പോഴും വേണം മതഗ്രന്ഥങ്ങളെ കുറിച്ച് അവർക്കൊരു അവബോധം. അതിന്റെ പോയിന്റ് ഇപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അതെ. അതല്ലെങ്കിൽ നമ്മൾ ഇവരുടെ കോൺഷ്യൻസ് ഫോംഡ് ആണ് പല മതപരമായ കാര്യങ്ങൾ, പിന്നെ അത് തല്ലിപ്പൊട്ടിക്കണമെങ്കിൽ ഇരട്ടി പാടാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ക്രിസ്തീയ കുഞ്ഞിന്റെ അടുത്ത് ഇങ്ങനെ അടിത്തറ ഇട്ടിട്ട് ഒരു 12-15 വയസ്സ് കഴിയുമ്പോ അവൻ ഈശോ ആണ് ദൈവം, ക്രിസ്തീയ മതമാണ് മതം, അതിനപ്പുറത്ത് വേറൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങ് ഉറച്ചു. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോ ഇതൊരു ശരിയാ, മനോജ് പറഞ്ഞത് ശരിയാ. അപ്പോൾ എൻ്റെ വീക്ഷണം ആ രീതിയിലാണ്. പക്ഷെ പലരും പറയുന്നുണ്ട് അടിത്തറ വേണ്ടേ, ദൈവബോധം വേണ്ടേ, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണ്ടേ. എൻ്റെ എക്സ്പീരിയൻസിനകത്തും ഞാൻ കണ്ടിരിക്കുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസിന് അനുസരിച്ചും നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഗുണത്തേക്കാളേറെ ദോഷമായിട്ടുണ്ടെന്നാണ് പറയാൻ പറ്റുക. മതപരമായ കാര്യങ്ങൾ അങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ, അതായത് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ അവർക്ക് പറ്റത്തില്ല നമ്മൾ മതത്തെ ചിന്ത കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു വിഷയം നമുക്ക് ഏകദേശം ഒരു ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ക്രിയായോഗയും ബൈബിളുമുള്ള ബന്ധത്തിനകത്ത് 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനത് എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഇട്ടപ്പോഴത്തേക്ക് ഒരു ഹിന്ദു വിശ്വാസത്തിലുള്ള ഒരാൾ വന്ന് പറയുക, ഇതും നിങ്ങൾ അടിച്ചോണ്ട് പോയോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് അങ്ങനെ അടിച്ചുകൊണ്ട് പോകാനായിട്ട് ആരുടെയും വകയല്ലല്ലോ. അല്ല, ഇത് ഹിന്ദുക്കളുടെ വകയാണ്, ഇത് ഹൈന്ദവ മതം പറയുന്ന കാര്യമാണ്, അത് പിന്നെ അതിന്റെ ഓണർഷിപ്പ് ഹിന്ദുത്വത്തിനകത്താണ്.
അങ്ങനെയൊന്നുമില്ല. അച്ഛാ നമ്മളെല്ലാം ജനിച്ചിരിക്കുന്ന ഭാരതത്തിലാണ്. അതെ. അപ്പം ബൈ ബർത്ത് നമ്മൾ ഭാരത പൗരന്മാരാണ്. ഈ പൗരത്വത്തിനകത്ത് നമ്മൾ ജനിച്ചിരിക്കുന്നത് ഹിന്ദുത്വത്തിനകത്താണ്. ഹിന്ദു രാഷ്ട്രം, അതൊരു സനാതന ധർമ്മം. അതെ, അതിന്റെ ഭാഗമാണ്. ഉപനിഷത്തുക്കള്, വേദങ്ങള്, ഇതിലൊക്കെ പറയണ്ടല്ലോ. അതെ. അപ്പൊ അതൊരു കാറ്റഗറി ഓഫ് പീപ്പിളിന് വേണ്ടിയിട്ട് മാത്രമുള്ള സാധനമല്ല. ഇന്ത്യയിൽ ജനിച്ച എല്ലാവർക്കും, ഭാഗമാണ്. എല്ലാ വ്യക്തികൾക്കും അത് ബാധകമാണ്. അപ്പൊ ആർക്കും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല ക്രിയായോഗ ഹൈന്ദവ അവരുടെ ഒരു കാറ്റഗറിയിലുള്ളതാണ്, ക്രിസ്ത്യാനികൾക്ക് ഇത് ബാധകമല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ ബൈബിളിനകത്ത് പറയുന്ന കാര്യങ്ങളും അത് ജനറലൈസ് ചെയ്ത് നമ്മൾ പഠിച്ചാലും മനസ്സിലാക്കിയാലും മാത്രമേ എസൻസ് കിട്ടത്തുള്ളൂ. അപ്പൊ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ മതപരമായിട്ടുള്ള ഇങ്ങനെ കോൺഷ്യൻസ് രൂപപ്പെട്ട കാരണം കൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ പറഞ്ഞത്. അതെ അതെ അതെ. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഈ കുട്ടിക്കാലത്ത് നമ്മൾ മതം അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അല്ല, വളരെ ഡീപ്പായിട്ട് ആ ഒരു വീഡിയോ ഞാൻ അതിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടു. അത് മനോജ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ക്രിയായോഗ എങ്ങനെയാണ് അത് ആ പാലും തേനും ഒഴുകണത്, ആ പൈനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥി, ആ മെഡിറ്റേഷൻ, അതിലുണ്ടാവുന്ന ആ ജ്ഞാനേന്ദ്രിയത്തിന്റെ പ്രവൃത്തി, ആത്മീയത, അതൊക്കെ നല്ല തമാശ എന്താണെന്നറിയോ? പണ്ട് ഈ പെന്തിക്കോസുകാരും ചർച്ചിലെ ചില മൂപ്പന്മാരൊക്കെ പ്രസംഗിക്കുന്നത് ഈ കനാൻ ദേശത്ത് പശുക്കൾക്ക് ഈ അകിട് അങ്ങോട്ട് വീർപ്പിച്ച് ഈ പാല് കറക്കാൻ പറ്റാതെ ഈ പാറയിലൊക്കെ കൊണ്ടുപോയി അതിങ്ങനെ ഒരു ഒഴുകാണ്. എന്ത് തമാശ. അത് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യാഖ്യാനാണ് മനോജ് അത് ആ അതില് വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. നല്ല ഒരു പുതിയൊരു ഇൻസൈറ്റ്. പിന്നെ അതിൽ ഞാൻ ആ കണ്ണിനെ പറ്റിയൊക്കെ എക്സ്പ്ലനേഷൻ ചെയ്തുല്ലോ മനോജി. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുന്നു, അത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു ഈജിപ്ഷ്യൻ കൾച്ചറിൽ ഈ ഒരു ജ്ഞാനേന്ദ്രിയത്തിനെ പറ്റി പറയണു എന്നുള്ളതൊക്കെ അതിന്റെ ആ സിമ്പിൾസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്.